Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. Beautiful. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. ആശാവർക്കർമാരുടെ സമരത്തെ അവഹേളിക്കുന്ന CPM നടപടിയിൽ പ്രതിഷേധം. അങ്കമാലിയിൽ BJP പ്രവർത്തകർ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. അങ്കമാലി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. അടിസ്ഥാന ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാവർക്കർമാർ നടത്തുന്ന സമരത്തെ CPM-ഉം സംസ്ഥാന സർക്കാരും അവഹേളിക്കുകയാണെന്ന് BJP ആരോപിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂടിവെക്കുന്നതിന് CPM കുപ്രചരണങ്ങൾ നടത്തുകയാണെന്നും കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുകയാണെന്നും പാർട്ടി ചൂണ്ടിക്കാട്ടി. അങ്കമാലി TB ജംഗ്ഷനിൽ BJP മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രതിഷേധ ജ്വാല തെളിയിച്ചു. നോർത്ത് ജില്ലാ പ്രസിഡന്റ് MA ബ്രഹ്മരാജ് ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രകടനത്തിൽ പറഞ്ഞിട്ടുള്ള ആശാവർക്കർമാരുടെ ഓണറേറിയം 23,000 രൂപ ആക്കും ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നാൽ. രണ്ടാമത് അധികാരത്തിൽ വന്നിട്ട് ഏതാണ്ട് 4 കൊല്ലം ആവുകയാണ്. ഈ സമയത്താണ് ആശാവർക്കേഴ്സ് ഇങ്ങനത്തെ ഒരു സമരവുമായി മുന്നോട്ട് വരുന്നത്. 17 വർഷമായിട്ട് ആശാവർക്കേഴ്സിന്റെ ഇൻസെന്റീവ് 1 രൂപ പോലും വർദ്ധിപ്പിച്ചിട്ടില്ല. കഴിഞ്ഞ 17 കൊല്ലം കൊറോണ കഴിഞ്ഞും അതേപോലെ വെള്ളപ്പൊക്കം കഴിഞ്ഞും നിരവധി സാധനങ്ങൾക്ക് വിലക്കയറ്റം ഉണ്ടായപ്പോഴും കഴിഞ്ഞ 17 കൊല്ലമായി ഈ ഒരേ തുകയാണ് ആശാ വർക്കേഴ്സ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. 1 രൂപ പോലും അവരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുവാൻ ഈ സർക്കാർ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞത് വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് 23,000 ശമ്പളം തരും, പെൻഷൻ പറ്റുമ്പോൾ 5 ലക്ഷം രൂപയും തരുമെന്ന് വാഗ്ദാനം കൊടുത്തതാണ്. ആ വാഗ്ദാനം നിറവേറ്റണമെന്നാണ് ഈ സഹോദരിമാർ ഇന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആരോഗ്യവകുപ്പ് മന്ത്രി ഒരു വനിതയാണ്. അപ്പോൾ എന്തായാലും ആരോഗ്യവകുപ്പ് മന്ത്രി വനിതയായതുകൊണ്ട് അവരുടെ വിഷയങ്ങൾ കൂടുതൽ പഠിക്കും, അതിന് പരിഹാരം കാണുമെന്ന് തന്നെയാണ് അവർ വിചാരിച്ചത്. എന്തുകൊണ്ടാണ് ഈ വീണ മന്ത്രിക്ക് ഡൽഹി വരെ പോകാൻ ബുദ്ധിമുട്ട്? മലയാളികൾ വിദേശത്ത് മരിച്ചപ്പോൾ അവരുടെ ബോഡി കൊണ്ടുവരുവാൻ കേന്ദ്ര ഗവൺമെൻറ് എല്ലാ സഹായവും ചെയ്ത് കേന്ദ്ര വിദേശകാര്യമന്ത്രി ശ്രീമാൻ ജയശങ്കർ വിദേശത്ത് നിന്ന് എല്ലാം കോർഡിനേറ്റ് ചെയ്തപ്പോഴും അവർ പത്തനംതിട്ടയിൽ നിന്ന് ഓടിയെത്തി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോകാൻ. കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു വീണ ഇനി വിദേശത്ത് പോകേണ്ട കാര്യമില്ല, വിദേശത്തെ എല്ലാ കാര്യങ്ങളും ഇന്ത്യ ഗവൺമെൻറ് ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് അവർക്ക് വിദേശത്ത് പോകാൻ സാധിക്കാതെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിട്ട് അവർ രാഷ്ട്രീയ നാടകം കളിച്ച് പത്രക്കാരെ വിളിച്ചു കൂട്ടി പറഞ്ഞു മോഡി സർക്കാർ എനിക്ക് വിദേശത്ത് പോകാൻ അനുവാദം തന്നില്ല. ഈ വിദേശത്ത് പോകാൻ വെമ്പൽ കാണിച്ച വീണ ജോർജ് എന്തുകൊണ്ടാണ് ഡൽഹിയിൽ വരെ പോകാൻ തിടുക്കം കാണിക്കാത്തത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. സമരം ചെയ്യുന്ന സ്ത്രീ തൊഴിലാളികളോട് ചർച്ചയ്ക്ക് വിളിച്ചിട്ട് വേണമെങ്കിൽ പറയാം ഞങ്ങൾ പഠിക്കാൻ ഞങ്ങൾ സമിതിയെ നിയോഗിച്ചിരിക്കുന്നു, നിങ്ങൾ തൽക്കാലം സമരം പിൻവലിക്കണം. ഇതൊന്നുമല്ല, ആക്ഷേപിക്കുക, അധിക്ഷേപിക്കുക, വളരെ മോശമായി ചിത്രീകരിക്കുക, സ്ത്രീത്വത്തെ അപമാനിക്കുക, അങ്ങനെ ജനങ്ങളെ സമരം ചെയ്യാൻ പഠിപ്പിച്ചൊരു പാർട്ടി സമരം ചെയ്യുന്ന സഹോദരിമാരുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളം എത്തി നോക്കുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്താ പറ്റിയെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് സമരം ചെയ്യുന്ന തൊഴിലാളികളുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്താൻ ഇവരെ ആര് പഠിപ്പിച്ചു? ഇതെന്ത് കമ്മ്യൂണിസമാണ്? വീണ ജോർജിനെ കുറ്റം പറഞ്ഞിട്ടില്ല. ശീതീകരിച്ച മുറിയിലിരുന്ന് ചാനലിൽ വാർത്തകൾ മാത്രം വായിച്ച് പരിചയമുള്ള വീണ ജോർജിന് തെരുവിൽ വെയിലുകൊണ്ട് നടക്കുന്ന ആശാ വർക്കേഴ്സിന്റെ വിഷമം ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. പക്ഷേ അടിസ്ഥാനപരമായി തൊഴിലാളി പ്രവർത്തനത്തിൽ കയറി വന്ന നിരവധി നേതാക്കന്മാർ, CITUവിന്റെ നേതാവ്, സഹകരണ വകുപ്പ് മന്ത്രി വാസവൻ ഉൾപ്പെടെ ഈ മന്ത്രിസഭയിൽ അംഗമാണ്. ഇവർക്ക് എന്തുകൊണ്ട് ഇത് പറഞ്ഞ് മനസ്സിലാക്കി ഈ സഹോദരിമാരുടെ വിഷയം പരിഹരിക്കാൻ സാധിക്കുന്നില്ല? അപ്പോൾ തീർച്ചയായിട്ടും ആശാ വർക്കേഴ്സിനെ ആക്ഷേപിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ മൊത്തം മുടച്ച് ആക്ഷേപിച്ചുകൊണ്ട് വേണ്ടി വന്നാൽ പിരിച്ചുവിട്ട് പുതിയ ആൾക്കാരെ നിയമിക്കും എന്നാണ് ഇപ്പോൾ വെല്ലുവിളിച്ചിരിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് രാഹുൽ പാറക്കടവ് അധ്യക്ഷനായിരുന്നു. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് VN സുഭാഷ്, പ്രദീപ് ശിവരാമൻ, അങ്കമാലി നഗരസഭാ കൗൺസിലർമാരായ AV രഘു, സന്ദീപ് ശങ്കർ, നേതാക്കളായ KS സുപ്രിയ, ദിവ്യ പ്രവീൺ, K അഭിലാഷ്, ശ്രീകുമാർ, കുട്ടപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്
വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ. MV ചാക്കോ ജുവലേഴ്സ്, അങ്കമാലി. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി.